ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തിക അർച്ചനയെ പറ്റി ഓരോന്ന് സേതുമാധവന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് അവന്തികയ്ക്ക് ഒരു കോള് വരുന്നത്. തുടർന്ന് അവന്തിക തൻ്റെ ഫോണും എടുത്തുകൊണ്ടുപോയി അകത്തേക്ക് ചെല്ലുമ്പോൾ ആ ദമ്പതികളെ അറസ്റ്റ് ചെയ്ത കാര്യവും അവന്തികയോട് സൂക്ഷിക്കാനും പറഞ്ഞുകൊണ്ട് കോള് കട്ടാവുകയാണ്. ഇത് കേൾക്കുന്ന അവന്തിക പേടിയോടെ ചുറ്റും നോക്കുന്നു. അതേസമയം അർച്ചനയും സച്ചിയും കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറി വരികയാണ്. ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് അനഘയും ആതിരയും എല്ലാം തന്നെ കുഞ്ഞിനെ മാറി മാറി എടുക്കുമ്പോൾ സേതുമാധവനും തൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുവരാനായി പറയുന്നു. അവന്തികെ, നീ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? കണ്ടില്ലേ ഇപ്പോൾ എന്താ നടന്നതെന്ന്? ഇവള് നെല്ലിശ്ശേരിയിലെ സേതുമാധവൻ്റെ പേരക്കുട്ടി തന്നെയാ എന്നൊക്കെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് സേതു പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് സേതുമാധവൻ അവന്തികയോട് കുഞ്ഞിനെ ഒഴിയാനായി ആരതി തട്ടമെടുക്കാനായി പറയുകയാണ്. അത് ഞാൻ എടുക്കണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ നീയല്ലേ ഈ വീട്ടിലെ മൂത്ത മരുമകളെന്നും നീ തന്നെ വേണം എടുക്കാനെന്നും സേതുമാധവൻ പറയുന്നു. ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് ആതിര പറയുന്നുണ്ടെങ്കിലും സേതു അതിനൊന്നും തന്നെ സമ്മതിക്കുന്നില്ല. തുടർന്ന് അവന്തിക ദേഷ്യത്തോടെ പൂജാമുറിയിലേക്ക് പോവുകയാണ്. ഞാൻ തന്നെ ആരതി ഒഴിയണമെന്ന് ഞാൻ കാണിച്ചു തരാം, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. തുടർന്ന് ആരതി തട്ടവും കൊണ്ട് അവന്തിക പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആരതി ഒഴിയുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ ആരതി തലം കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇടുകയാണ് അവന്തിക. പെട്ടെന്ന് തന്നെ അർച്ചന കുഞ്ഞിനെയും കൊണ്ട് പുറകിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിനോ അർച്ചനയ്ക്കോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എന്താ അവന്തിക നീ കാണിച്ചത്? ഇപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്തെങ്ങാനും വീണ്ടിരുന്നെങ്കിലോ എന്ന് സീത ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, അതച്ച അറിയാതെ പറ്റിയതാ, എൻ്റെ കയ്യിൽ നിന്നും അറിയാതെ തെന്നി വീണതാ. ഇത് കേൾക്കുന്ന അർച്ചനയും അനഘയും അവന്തികയെ സംശയത്തോടെ നോക്കുന്നു. മനഃപൂർവ്വം തന്നെയായിരിക്കും താഴെയിട്ടതെന്ന് അനഘ മനസ്സിലും പറയുന്നു. പോട്ടെ അച്ഛ, ഞാൻ ആരതി ഒഴിയാമെന്ന് പറഞ്ഞുകൊണ്ട് ആതിര പൂജാമുറിയിലേക്ക് ചെന്നതിന് ശേഷം ആരതി തട്ടവുമായി വന്ന് അർച്ചനയും കുഞ്ഞിനെയും ഒഴിഞ്ഞിടുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ അവന്തിക തൻ്റെ മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും കുഞ്ഞും കൂടി ഇരിക്കുന്നതാണ്. സച്ചിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തതിന് ശേഷം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അർച്ചന മുറിയുടെ പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെയും ആതിരയുമാണ്. എന്താണെങ്കിലും മാളും മോള് വന്നത് നന്നായി, നമ്മുടെ കുഞ്ഞിനി ഒറ്റയ്ക്കാവില്ലല്ലോ, അവൾക്കും ഒരു കൂടപ്പിറപ്പ് ഉണ്ടായില്ലേ എന്ന് ആതിര പറയുമ്പോൾ സന്ദീപ് പറയുകയാണ്, അതെങ്ങനെയാ നമ്മുടെ മോൾ ഒറ്റയ്ക്കാവുന്നത്? അതിന് നമ്മൾ സമ്മതിക്കില്ലല്ലോ. ആ കുട്ടിയെ തിരിച്ചു കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ എന്താണെങ്കിലും ഇതിന് പരിഹാരം കണ്ടേനെ. എങ്ങനെയെന്ന് ആതിര ചോദിക്കുമ്പോൾ നമ്മൾ അടുത്ത കുട്ടിക്ക് വേണ്ടിയുള്ള പ്ലാനിങ് തുടങ്ങിയേനെന്ന് സന്ദീപ് പറയുന്നു. അയ്യടാ, എന്നെ അതിനൊന്നും കിട്ടില്ലെന്ന് ആതിര പറയുമ്പോൾ അതെന്താ, എനിക്ക് മിനിമം 5 കുട്ടികളെങ്കിലും വേണമെന്ന് സന്ദീപ് പറയുകയാണ്. അതിനൊന്നും എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞ് ആതിര പിണങ്ങിയിരിക്കുമ്പോൾ ആതിരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ് സന്ദീപ്. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ മുറിയിലേക്ക് ചെല്ലുന്ന അവന്തികയാണ്. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അതിനെ ഇല്ലാതാക്കിയേ പറ്റൂ എന്നൊക്കെ അവന്തിക മനസ്സിൽ പറയുമ്പോഴേക്കും അർച്ചന ദേഷ്യത്തോടെ അവന്തികയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. നീ എന്താ ജയിച്ചതിന്റെ അഹങ്കാരം കാണിക്കാൻ വന്നതാണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ അർച്ചന അകത്തേക്ക് പാഞ്ഞു കയറുകയും അവന്തികയുടെ കഴുത്തിന് പിടിക്കുകയും ചെയ്യുന്നു. ഇനി എൻ്റെ കുഞ്ഞിൻ്റെ നേരെങ്ങാനും നിങ്ങളുടെ കൈ പൊങ്ങിയാലേ നിങ്ങളെ ഞാനങ്ങ് കൊന്നുകളയുമെന്ന് ദേഷ്യത്തോടെ അർച്ചന പറയുന്നു. തുടർന്ന് ചാടി എഴുന്നേറ്റതിന് ശേഷം അവന്തിക പറയുകയാണ്, അർച്ചനെ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ കുഞ്ഞ് നിന്റെ കയ്യിൽ നിന്നും ഒരു ദിവസം കൈവിട്ട് പോവുക തന്നെ ചെയ്യും. അതിനെന്താണെങ്കിലും ഇനി അധിക നാളൊന്നുമില്ല, നീ കാത്തിരുന്നു എന്ന് അവന്തിക പറയും. അർച്ചന പറയുകയാണ്, പണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു തന്നേനെ, പക്ഷേ ഇപ്പോൾ നിയമപരമായി അവള് എൻ്റെ കുഞ്ഞു മാത്രമാണ്. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ അർച്ചനയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.